ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ല. അപ്പോൾ പനിയില്ലവർക്കെല്ലാം പറഞ്ഞു പനിയില്ലവരല്ലോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തല്ലോ എല്ലാം പറയല്ലേ. ഇങ്ങനെ ഉണ്ടായ പനി ഇങ്ങനെ ആവും അല്ലേ. നമ്മൾ ഷോർട്സ് നോക്കി നമുക്ക് പനിയെല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് ഷോർട്സ് നോക്കി ഇല്ല ഇതിൽ കുറച്ചെല്ലാം ലൈക്ക് ചെയ്ത് നമ്മളെ പനി പോയി. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഇത് ട്രൈ ചെയ്തൊക്കെ നമുക്ക് കൊറേ സൈബ് പറയുന്നത്. പിന്നെ നെയ്മറോ റൊണാൾഡോ മെസ്സിയോ കമന്റ് ചെയ്യാന്. അത് മാത്രല്ല ഇനി നെയ്മർ റൊണാൾഡോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, മെസ്സി ആണെങ്കിൽ ലൈക്ക് ചെയ്യാം, നെയ്മർ ആണെങ്കിൽ ഷെയർ ചെയ്യാം. ഇപ്പൊ നമുക്ക് പറ്റി വലുതില് സബ്സ്ക്രൈബ് ആണ്. സബ്സ്ക്രൈബ് ഇപ്പൊ എത്ര അറിയാം? 81. ഒരു ഇപ്പൊ റൊണാൾഡോ ഫാനാണ് ഇപ്പൊ കൂടി വരുന്നത്. നമുക്ക് നമ്മൾ 3 ആള് വന്ന് എന്നുവെച്ചാൽ ആ റൊണാൾഡോ ഫാനാണ്. ലൈക്കും ഷെയറും ചെയ്യാൻ വേണ്ടിയിട്ട് 3 ആള്. പനി കൂടിയില്ലെങ്കിൽ ഉമ്മാനോടൊന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് ചെയ്തല്ലേ. പനി കൂടിയില്ലെങ്കിലോ നമ്മളെ ചാനലിലെ പേരറിയാം. അയ്യാന്ന് 2 അപ്പൊ ഇവരെല്ലാം ഇങ്ങനെ സബ് ചെയ്യാത്തല്ലേ. സബ് ചെയ്യാത്ത പ്രശ്നമില്ല. ലൈക്കും ചെയ്യണം. ഒരു പ്ലേ ബട്ടൺ വേണം. ഒരു 10K ലൈക്ക് തരും. പിന്നെ പ്ലേ ബട്ടൺ ഇല്ലാണ്ട് എന്തുണ്ട് പ്ലേ ബട്ടൺ മതി എന്ന് പറയും. FC-ൽ ഇപ്പൊ പുതിയ ടൂർസിന്റെ ടീം ഓഫ് ദ സീസണിന്റെ ഇത് വന്നിട്ടേ ഓൻ പറയുന്നത് ഇടണ്ട. അത് ഇടണ്ട, ലെജൻഡറിയാണ്. ഇടണോ ലെജൻഡറി എത്ര ലൈക്ക് കിട്ടും അറിയാം. നീ നോക്കിക്കോ, 3 ദിവസം കഴിയുമ്പോ 200 കഴിയും. കണ്ടോ മോനെ. ഇല്ലെങ്കിൽ നീ കണ്ടോ നേരെ തച്ചോ. ഇല്ലെങ്കിൽ മുട്ട അടിക്കുന്നു. മുട്ട അടിക്കില്ല. 100ന്റെ മുകളിലുണ്ടാവും. 100ന്റെ മുകളിലുണ്ടാവും. 100ന്റെ മുകളിലുണ്ടാവും. ഉറപ്പാണ്. ഇല്ലേ തച്ചോനെ. മുട്ടടിക്കൊന്നുമില്ല. സോറി, എല്ലാരും ലൈക്കാണ് ചെയ്യണ്ട. അല്ലാണ്ട് ഇത് ചെയ്തൂടാ അല്ലെ. ഇത് ചെയ്താലേ പറയില്ല. നീന്റെ ഉള്ളിൽ ഒരു തല്ലുമല്ലോ. അപ്പൊ എല്ലാവരും കൂട്ടിട്ട് തരും. നീ കൂട്ടിട്ട് തരും. അപ്പം ഇത് ചെയ്തൂടാ. ഓൺലി ദിസ് നോ ദിസ് അല്ലേ. ഓൺലി ദിസ് സബ്സ്ക്രൈബ് ഇത് ചെയ്യണം. പിന്നെ SUB ചെയ്യണം അല്ലേ. സബ്സ്ക്രൈബ് ചെയ്യണ്ട. അബും ചെയ്യണം. പിന്നെ ഷാർപ്പനറും ചെയ്യണം. ഷെയറാണ്. അപ്പൊ നമ്മ കുറേ ദിവസം വീഡിയോ നിർത്തിട്ട് നമ്മ ഫുള്ള് ഗെയിം ആയിട്ടിന് കമന്റ് ഇടും. നമ്മള് കമന്റ് തുറന്ന് അടിച്ച് കമന്റ് ഇടല്ലേ. കമന്റ് ഇടില്ല. കമന്റ് തുറന്നോ വൈകുന്നേരം ഇങ്ങനെ പൈസ ഇടാൻ തരും. 30 സെക്കൻഡേ ഇല്ലു. പൈസ ഉണ്ട് കടിച്ച് ഇങ്ങനെ 10 രൂപ നോട്ട്, 20 രൂപ നോട്ട്, 100 രൂപ നോട്ടല്ല. 500 രൂപ 100 രൂപ കിട്ടും എല്ലാവർക്കും. അല്ലല്ലോ 100 രൂപ അപ്പൊ നമ്മൾ 50 ഉൾപ്പെടുത്തി തരും. അപ്പൊ നമ്മൾ സബ്സ്ക്രൈബിനെ കണ്ടില്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ 30 സെക്കൻഡ് ഉണ്ടാവും. അതിന് 200ന്റെ താഴെ അല്ല 50ന്റെ താഴെ 50ന്റെ താഴെ എടുത്തോളൂ അല്ലെ. 50ന്റെ മേലെ എടുത്താ പിന്നെ പൈസ ഇല്ല അല്ലെ. പാവപ്പെട്ട റിച്ച് റിച്ച് ആവണമെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെ. ആണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ്. റൊണാൾഡോ പണ്ട് പാവപ്പെട്ടവരുണ്ടായിന്. ഇപ്പൊ കാൽപന്ത് കൊണ്ട് നോക്കിയേ എത്ര വലിയ ആളെ. ആ മെസ്സി എന്ത് മുക്കുത്തൂറി. മെസ്സിയും അവിടെ മുക്കുത്തൂറി ഒപ്പം നോക്കിയാൽ വേൾഡ് കപ്പ് ഉണ്ട് വിചാരിച്ചിട്ട്. ഉണ്ടാ പ്രൈമർ ലീഗ് ഉണ്ടാ യോസൽ ഉണ്ടാ ഇല്ല. ഇന്റർനാഷണൽ കപ്പ് ഉണ്ടാ. ചാമ്പ്യൻസ് ലീഗ് 5 എണ്ണം റൊണാൾഡോക്ക്. നിങ്ങളെ മത്തിക്ക് 3 എണ്ണം. അല്ല നമ്മളെ റൊണാൾഡോക്ക്. നിങ്ങളീ റൊണാൾഡോക്ക്. നിങ്ങൾ മെസ്സിയാണെങ്കിൽ മത്തിക്കൊന്നിക്ക് 3 ചാമ്പ്യൻസ് വേൾഡ് കപ്പ് ബാലൻഡർ അത് 2 മാത്രമേ ഇല്ലല്ലോ. മറ്റൊരു കപ്പില്ലട ഇങ്ങനെ പൊളിച്ചിട്ട് അതിന്റെ മുകളിൽ എന്തോരം ഉണ്ട്. ഇങ്ങനെ ഉണ്ട്. ഇങ്ങനെ പൊളിച്ചിട്ടില്ല. ഒരു കപ്പിന്റെ പേരെന്തോ ഉണ്ട്. അത് മെസ്സിക്കില്ല.
അത് നിങ്ങൾ കമന്റ് ചെയ്യാം അല്ലേ. വേൾഡ് കപ്പ് 2026 നമ്മൾ തൂക്കും. അതുപോലെ തൊണ്ടരി അപ്പൂപ്പനായാലും നമ്മൾ തൂക്കും. 41 വയസ്സായി. മെസ്സി എന്തത് PSG ഇങ്ങനെ ഇട്ട് അടിക്കണ്ട ഫ്രീ ബൂസ്റ്റ് റൊണാൾഡോ 40 വയസ്സായിട്ടില്ല അവനായ സാൻഡ്രിന്റെ തൊട്ടൊരു ഇഞ്ചിന് ഇപ്പുറത്തെ യുണൈറ്റഡ് അടിച്ചു. പിന്നെ മെസ്സി അതും ഗോളി. പിന്നെ മെസ്സി ഒരു ബൈസൈക്കിൾ അടിക്കാൻ നോക്കിയിട്ട് തല പൊട്ടിച്ചല്ലേ. മെസ്സിക്കാരമ്മ കുറ്റം പറയുന്നതല്ല, നമ്മ മെസ്സിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ മെസ്സിയാണ് നിങ്ങളെ കുറ്റം പറയുന്നതല്ല, നമ്മ മെസ്സിനെ പറയുന്നേ. എല്ലാവരും കമന്റ് ചെയ്യാ മെസ്സി ആണോ റൊണാൾഡോ ആണോ നെയ്മറാണോ. അത് നെയ്മർ അങ്ങനെയൊന്നുമില്ല. നെയ്മർ പൈസ കളിച്ചില്ല. നമ്മള് സ്കില്ലിന്റെ സുൽത്താനാണല്ലേ. സ്കില്ല് മഹാരാജ. പക്ഷെ റൊണാൾഡോ അത്ര സ്കില്ലൊന്നും ഇല്ലടാ. എന്നിട്ട് നെയ്മർ സ്കില്ല് നെയ്മർ ഇങ്ങനെ വീട്ടിൽ കയറിയിരുന്നു. എഫ്സിയിൽ എന്ത് നെയ്മർ അല്ലാത്ത കമന്റ് ചെയ്യണം. ബ്രസീലിന്റെ ഇത് വന്നിട്ട് നെയ്മർ ഇല്ലാത്തോണ്ട് ഒരു വിഷമം. എല്ലാത്തിനും നെയ്മറിലാണ് എന്ത് എഫ് സിയിൽ എല്ലാ പ്ലെയറും വേണം. ബസ്സിൽ എല്ലാ പ്ലെയറും ഉണ്ട്. പക്ഷെ നമുക്ക് എഫ് സിയെ ഇഷ്ടം. പിന്നെ നെയ്മറില്ലേ ഉണ്ടായിരുന്നല്ലേ കളിക്കണ്ട. ആ കളിച്ച എന്ത് രസമൊന്നുമില്ല. ആ പ്ലെയറിന് എടുത്തിട്ട് കളിക്കാൻ എന്തൊരുണ്ട്. മറ്റേ ലിവൻസ് ആ എഫ് സി ടൈമിലാകുന്നില്ല. അത് മാത്രമേ ഇല്ലു. പിന്നെ 19 കഴിച്ചു പറയാ. എന്റെ ഉമ്മാനെ ഫോള് 19. എന്റെ ഉമ്മാനെ ഫോള് പാൻറ്. ആ പാൻറ് എഫ് സി പറ്റില്ല. ഉമ്മാന്റെ ഫോണില് 117, ഉപ്പാന്റെ ഫോണില് 116. പിന്നെ എന്റെ ഉമ്മാന്റെ ഫോണിൽ 119, ഉമ്മാന്റെ ഫോണിൽ 112. എന്റെ ഉമ്മാന്റെ ഫോണിൽ പക്ഷെ നമുക്ക് എന്റെ ഉമ്മാന്റെ ഫോണത്തെ അക്കൗണ്ടാണ് ഇഷ്ടം. ഉമ്മാന്റെ ഫോണിലെ അക്കൗണ്ട് ഇഷ്ടം. എന്റെ ഉമ്മമാന്റെ ഫോണിൽ 115, ഉപ്പാന്റെ ഫോണിൽ 117. എന്റെ ഉമ്മമാന്റെ ഫോണിൽ 115 അല്ലേ. എന്റെ ഉപ്പാന്റെ ഫോണില് ടാബില് ഉപ്പാന്റെ ഫോണില് കക്ക ഉണ്ട്, പിന്നെ ഹെൻറി ഉണ്ട്. ഉപ്പാന്റെ ഫോണിൽ 117 നല്ല അക്കൗണ്ട് തന്നെ. പക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടം ഉമ്മാന്റെ അക്കൗണ്ട് വേണം. നമ്മൾ അയാനൊരു അക്കൗണ്ട് പോയാണ്. പക്ഷെ 1000 തരണം എഫ് സി പോയിന്റ് അടിക്കാൻ. അങ്ങനെ അടിച്ചെത്തോ നമ്മളെ നമ്പർ പറയണം. വേണ്ട അല്ലേ. നമ്പറൊന്നും വേണ്ട. പൈസ ഫേസ്ബുക്കൊക്കെ കളിക്കും. നമുക്ക് നോക്കാം. എന്റെ പൈസ വെച്ചെടുത്തറ. നമ്മ ഇട്ടിന് ഒട്ടകോലുണ്ടല്ലോ. ഇതെന്റെ അക്കൗണ്ട് അല്ല അല്ലേ. ഇത് ഓന്റെ അക്കൗണ്ട്. നമ്മളെ അക്കൗണ്ടിലാണ് ഓനെ. നമ്മ സീക്രറ്റ് നിങ്ങൾ പറഞ്ഞാൽ എടുക്കുമല്ലേ. ഇത് കഴിഞ്ഞിട്ട് എഫ് സി ഇടാം. പിന്നെ റോബക്സ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എഫ് സി ഇടും. പിന്നെ മൈക്രാഫ്റ്റ് ഇടാം. അല്ല റോബക്സ് പറഞ്ഞൂടാ. അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കൂടി ഉണ്ട്. പിന്നെ അത് കണ്ട ആനിമി സ്റ്റാർ ലൈക്ക് ലൈക്ക് ചെയ്യാ. അല്ല ബെസ്റ്റ് അല്ല ഏറ്റവും നല്ലോണം ഇഷ്ടമല്ല ആനിമി ഏത് കമന്റ് ചെയ്യാ. ഏറ്റവും നല്ല ഇഷ്ടം ഫുട്ബോൾ പ്ലെയർ ഏത് കമന്റ് ചെയ്യാ. പിന്നെ ഇപ്പൊ ഇത്രയും വീഡിയോ. എല്ലാവർക്കും ബൈ ബൈ. കൊച്ചു വീഡിയോക്ക് ബൈ ബൈ. അപ്പൊ വീഡിയോക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്താ അടുത്ത വീഡിയോ കാണാം. ബൈ.